റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ എ ക്രോസ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കണം നോക്കാം. എ ക്രോസ് ബി, അപ്പോൾ അതിനായിട്ട് രണ്ട് സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള സെറ്റ്, ആദ്യത്തെ സെറ്റാണ് 1,2, രണ്ടാമത്തെ സെറ്റാണ് 3,4. സോ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് സെറ്റിൻ്റെ എ ക്രോസ് ബി ആണ് കാണേണ്ടത്. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നോക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെറ്റിനെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് 1,2 എന്നും കുറച്ച് നീങ്ങിയിട്ട് 3,4 എന്ന് എഴുതുക. ഇത് മെത്തേഡല്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1നെ, അതായത് ആദ്യത്തെ സെറ്റിലെ ഫസ്റ്റ് നമ്പർ രണ്ടാമത്തെ സെറ്റിലെ ആദ്യത്തെ നമ്പറിനും രണ്ടാമത്തെ സെറ്റിലെ രണ്ടാമത്തെ നമ്പറിനും ഒരു അര മാർക്ക് കൊടുക്കുക. എന്നിട്ട് അവരെ ഒരു കോർഡിനേറ്റ് ആയിട്ട് എഴുതുക. അതായത് 1,3, പിന്നെ ഏതാണുള്ളത് 1,4. ഇനി ആദ്യത്തെ സെറ്റിലെ രണ്ടാമത്തെ നമ്പറും രണ്ടാമത്തെ സെറ്റിലെ ആദ്യത്തെ നമ്പറും, അതുപോലെ ആദ്യത്തെ സെറ്റിലെ രണ്ടാമത്തെ നമ്പറും രണ്ടാമത്തെ സെറ്റിലെ രണ്ടാമത്തെ നമ്പറും അവരെയും ഒരു കോർഡിനേറ്റ് ആയിട്ട് എഴുതുക. 2,3, 2,4. അപ്പോൾ കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഇടണം. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഒരു സെറ്റ് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ സാക്ഷാൽ എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എ ക്രോസ് ബി. ഇത് എത്ര വലുതായാലും ചെറുതായാലും എളുപ്പമാണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. മറ്റൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, സെറ്റാണ് തരിക, ഈ തന്നിട്ടുള്ള രണ്ട് സെറ്റിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് കാണണം. അതായത് എ ക്രോസ് ഡി കാണാൻ നമ്മൾ ജസ്റ്റ് ഒരു വർക്കിംഗ് കോളത്തിൽ തന്നിട്ടുള്ള നമ്പറുകളെ ഒന്നെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 3നെ 10ലേക്കും 9ലേക്കും 8ലേക്കും അല്ലേ. സോ 3 അപ്പോൾ തന്നെ ഇവിടെ കോർഡിനേറ്റ് പോലെ എഴുതുക. 3,10, 3,9, 3,8. ഇനി 4, 4,10, 4,9, 4,8, 4,10, 4,9, 4,8. ഇനി അടുത്തത് 5, 5,10, 5,9, 5,8. അപ്പോൾ അത് അടിയിലേക്ക് എഴുതുക. 5,10, 5,9, 5,8. ബ്രാക്കറ്റ് ഇട്ടു. സ്റ്റാർട്ടിങ്ങിലും എൻഡിലും സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഫസ്റ്റ് എ ക്രോസ് ഡി, ഇത് എ ഇത് ഡി, ഇതിനെ ക്രോസ് പ്രൊഡക്റ്റ് ആക്കി കാണിക്കുക. ഈസിക്കൽ ടു കൊടുക്കുക. സ്ഥലമില്ലാത്തതുകൊണ്ട് മുകളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് കാണുക. എ ക്രോസ് ബി ആയാലും ബി ക്രോസ് എന്തായാലും ഇത് തന്നെയാണ്. ഇവിടെ എലമെൻസിൻ്റെ എണ്ണം കൂടിയാലും എത്ര കുറഞ്ഞാലും എന്ത് ആൽഫബറ്റ് വന്നാലും ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ പാഠത്തിന് നിങ്ങൾ വലിയ റിലേഷൻ ഫങ്ഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ ഈസിയാണ്. താങ്ക് യു.